ഹായ്. പോയ നാളെ കിട്ടിയോ മോനെ? പോയ നാളെ കിട്ടിയോ? ഒരു എന്താ പറയുക, ഒരു വിഷമം വല്ലാത്ത. ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ, താമരശ്ശേരി പൂനൂരാണ് എൻ്റെ സ്വദേശം. ഞാൻ ജനിച്ച് വളർന്നത് അവിടെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ന്യൂസ് കാണുന്നുണ്ടല്ലോ, പൂനൂർ പുഴയിൽ ഒരാൾ ഒഴുക്കപ്പെട്ടു പോയിന്ന്. ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്നലെ അങ്ങാണ്ട് നേരത്തെ ഞാൻ നോക്കിയപ്പോൾ കിട്ടിയിട്ടില്ല എന്നാട്ടോ കേട്ടത്. അതുകൊണ്ട് അപ്പോൾ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് മോനോട് ചോദിച്ചത്. അപ്പോൾ അവിടെ പൂനൂർക്കാരോട് അല്ലെ താമരശ്ശേരി ആ ഭാഗത്തുള്ളവരോട് ഇപ്പോൾ അതിനെപ്പറ്റി പറയേണ്ട ഒരാവശ്യമില്ല. പക്ഷേ ആ പുഴ കാണാത്ത പുഴ അല്ല കേട്ടോ, പുഴ. എൻ്റെ ഭാഷ നോക്കണ്ട, ഞങ്ങളുടെ നാട്ടിലേക്ക് അങ്ങനെയാണ് പറയുക. മയ, പുഴ, കോഴിക്കോട് ഇങ്ങനെയൊക്കെ പറയാം. പലരും എന്നോട് ഇങ്ങനെ തിരുത്തി കമൻ്റ് ഇടുന്നത് ഞാൻ കാണലുണ്ട്. ഞങ്ങളുടെ ഭാഷയുടെ പ്രശ്നമാണ്, അങ്ങനെയാണ് പറയാം. മാക്സിമം തിരുത്തി പറയാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഈ പുഴ എന്ന് പറയുന്നത് ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് കാണുന്നത് തന്നെ. അതിപ്പോൾ പറയണ്ടല്ലോ, ഞാൻ അവിടെ ജനിച്ച് വളർന്ന ഒരാളായതുകൊണ്ട്. നമ്മളൊക്കെ വിചാരിക്കും വലിയ എന്തോ സംഭവമാണെന്ന്. നിസ്സാരൊരു പുഴ. എന്താ പറയുക, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ ഉമ്മാൻ്റെ തറവാട് വീട്ടിലേക്ക് ഈ പുഴ നടന്ന് പോയിട്ടാണ്, എന്ന് വെച്ചാൽ നീന്തി കടന്നിട്ടാണ് ഞങ്ങളൊക്കെ പോയിങ്ങി. എന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒന്ന് എടുത്ത് കുത്തി ഇങ്ങനെ നടന്നിട്ടാണ് പോയത്. ഇന്നും കൂടി എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മാനെ ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ ആ പുഴയിൽ നീന്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ പുഴേനെ പറ്റി എൻ്റെയൊക്കെ ഒരു ഓർമ്മ, ബാല്യകാല ഓർമ്മ. കാരണം ഉമ്മാൻ്റെ വല്യങ്ങ് എന്ന് പറയും ഞങ്ങൾ. വല്യമ്മാൻ്റെ അടുത്തേക്ക്, എന്ന് വെച്ചാൽ വല്യമ്മണ്ടല്ലോ, ഉമ്മാൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഈ പുഴ ഇങ്ങനെ നീന്തി കടക്കണം. നീന്തിയല്ല കേട്ടോ, നടന്നു തന്നെ കിടക്കൽ. അപ്പോൾ അതിന്ന് ഓരോരോ കല്ലൊക്കെ പിറക്കി, അതേപോലെ എന്ന് വെച്ചാൽ പുഴവക്കത്ത് ഒരു പൂവുണ്ടാവില്ലേ, മറ്റേ എന്താ അതിൻ്റെ പേര് പറയാമെന്നൊന്നും എനിക്കറിയില്ല, അതൊക്കെ ഇങ്ങനെ പറിച്ച് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ തരുന്നൊരു സ്ഥലം തന്നെയാണ് ഞങ്ങൾക്കൊക്കെ അത്. പക്ഷേ വർഷങ്ങളിപ്പോൾ ഇങ്ങോട്ട് നീണ്ടിങ്ങ് പോന്നപ്പോൾ അതൊരു ആളക്കൊല്ലി പുഴയായി മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെയും കൂളായിട്ട് നടന്ന്, അല്ലേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉമ്മ ഇന്നും കൂടി പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ഉമ്മാനെ മാമ പ്രഗ്നൻ്റായി നിൽക്കുന്ന സമയത്തൊക്കെ ആ പുഴ നീന്തി കടക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കുളിക്കാൻ പോകും. ഞങ്ങളൊക്കെ കുളിക്കാം. ഞങ്ങൾ മാമൻ്റെ വീട്ടിൽ പോയാൽ രാവിലെ അവിടെ അലക്കാനുള്ളതും ഇല്ലാത്തതും അളമാരിയിൽ മടക്കി വെച്ചതൊക്കെ ആയിട്ട് എല്ലായിടത്തും പോരും, പുഴയിൽ തിരുമ്പാൻ പോകാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ചു നേരം പുഴയിൽ കളിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊക്കെ അലക്കിയിട്ടാണ് ഞങ്ങൾ പോവുക. അപ്പോൾ അങ്ങനത്തെ ഒരു പുഴ, ഒരു 10-15 വർഷങ്ങൾക്കിപ്പുറം, എൻ്റെയൊക്കെ ആ കുട്ടിക്കാലം കഴിഞ്ഞ് ഞാനൊരു 10 വർഷം അല്ലെ 15 വർഷമായി. ആ പുഴയിൽ എത്ര മരണങ്ങളാപ്പം സംഭവിച്ചതെന്നറിയോ? എത്ര മരണം! 1, 2, 3, 4 ഒന്നുമല്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യനുണ്ട്. അവനെന്ന് വെച്ചാൽ ആ കാലത്തൊക്കെ പിന്നെ മുങ്ങി പൂയെടുക്കുകയായിരുന്നല്ലോ പുഴേന്ന്. അപ്പം ആ മുങ്ങി പൂയെടുക്കാൻ പോകുന്ന അത്രയും എക്സ്പീരിയൻസ് ഉള്ള പയ്യൻ വരെ അവിടെ മുങ്ങിപ്പോയിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. എത്രയോ ആൾക്കാർ, ഞങ്ങളുടെ നാട്ടിലുള്ള എത്രയോ ആൾക്കാർ ഇപ്പം ആ പുഴയിൽ മുങ്ങി മരിച്ചിട്ടുണ്ട്, അല്ലെ ഒഴുക്കപ്പെട്ടിട്ടുണ്ട്. എന്താ പുഴയ്ക്ക് ഇത്ര പ്രത്യേകത എന്ന് പിടുത്തം കിട്ടുന്നില്ല. ഇന്നും കൂടി ഉമ്മ പറഞ്ഞാൽ അത് അതിനകത്തൊക്കെ ഉണ്ടോ വെള്ളമോ, അല്ലെ അതിനകത്തൊന്നും ഇല്ല. ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പല വീഡിയോസിൻ്റെ അകത്തും ആ പുഴ കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ പാലം കടക്കി ഇതാക്കിയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞതുപോലെ ഇന്നലെ വൈകിട്ട് പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് കാറിൻ്റെ ടയറ് പഞ്ചറായോലെ പഞ്ചറൊക്കെ റെഡിയാക്കിയപ്പം ഇവർ
എന്താക്കി ഒന്ന് കുളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയ ഒരാളാണ് കാണാതായി പോയത്. ചുഴലിപ്പെട്ടതാണോ എന്താണെന്നൊന്നും അറിയില്ല. അതൊരു ദുരൂഹത, എന്താണെന്നറിയില്ല. അങ്ങനെ പുഴയിൽ എത്ര എണ്ണം അപ്പം മരിക്കുന്നത്. അപ്പോൾ ഇന്നലെ കേട്ടപ്പോൾ തൊട്ടിട്ട് ഇന്നലേക്ക് ആളാരാണെന്നൊന്നും വലുങ്ങനെ അറിയില്ലായിരുന്നു. അപ്പോൾ പഠിച്ചോനെ ഇതാരായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ നാട്ടിൽ ഞാനൊക്കെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പയ്യന് ഇതേപോലെ പുഴയിൽ മുങ്ങി മരിച്ചൊരു സമയത്ത് ഭയങ്കര ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. അവനിപ്പോഴും ഈ കാര്യം പറയുമ്പോൾ എന്നെ എന്താ പറയുക ഓർത്തെടുക്കുന്നുണ്ട് ഞാൻ. അവനൊന്നും എന്താ പറയുക അങ്ങനെയൊന്നും മരണപ്പെടേണ്ട ഒരാളല്ല. കാരണം പുഴയിൽ പോയി വരാൻ പോവുക ആ ഒരു സമയത്തൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനത്തെ പയ്യനൊക്കെ മുങ്ങി മരിക്കുകയെന്ന് പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ. പക്ഷെ എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പം എത്രയോ ആൾക്കാരായി ആ പുഴയിൽ വെച്ചിട്ട് മരണപ്പെടുന്നു. ഇവരുടെ ബോഡി നേരത്തെ ഞാൻ ന്യൂസ് നോക്കിയ സമയത്ത് ഞാനും കണ്ടതായിട്ടൊന്നും കേട്ടിട്ടില്ല. ഉമ്മയും വിളിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഉമ്മയൊക്കെ വിളിച്ച് പറയും ബോഡി കിട്ടിയെന്ന് പറയും. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ നല്ല മഴ. ഇന്ന് മഴയൊക്കെ ഒരു ഇപ്പം തിരുത്താൻ വരല്ലേ, മഴ ആണ്, മഴ അല്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഭാഷ അതാണ്. അതൊന്നും നിങ്ങളൊന്നും മനസ്സിലാക്കുക. പല കമൻറ്റുകളും ഞാൻ കാണുന്നുണ്ട് എൻ്റെ അക്ഷരത്തെറ്റുകളെ ഇങ്ങനെ ഇതാക്കുന്നത്. പക്ഷേ ഞാൻ ജനിച്ച് വളർന്നപ്പോൾ തൊട്ടിട്ട് പറയുന്ന വാക്കുകളാണ്. എനിക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല, ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ തൊട്ടിട്ട് മഴ പെയ്തിട്ട് അവർക്ക് തിരച്ചിലിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നാണേ കുറച്ച് മഴ വേക്കോട്ട് നിന്നതുകൊണ്ട് ഇന്ന് കിട്ടുമെന്ന് വിചാരിച്ച് വൈകുന്നേരം വരെ കിട്ടിയിട്ടില്ല കേട്ടോ. എന്തായാലും ആര് തന്നെ ആയാലും ഈ മരണപ്പെട്ട് പോവാതിരിക്കാനൊന്നും പറയാൻ പറ്റില്ല, മരണപ്പെട്ട് പോയി കാണും. പക്ഷെ ആ ബോഡി ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇപ്പോൾ പൂനൂർ പുഴ എന്ന് പറയുന്നത് നെഞ്ചിലൊരു പിടച്ചിലാണ്. ഞാനെപ്പോഴും മോനോടൊക്കെ പറയലുണ്ട്, വിലകൊക്കെ കുളിക്കാൻ പോകും എന്നൊക്കെ പറയുന്ന സമയത്ത് പോവരുത് എന്ന്. ഇന്നലെ ആടുന്ന ആരോ പോയിക്കില്ലേ മോനെ, പൂനൂരിൽ നിന്ന് വീടിൻ്റെ അടുത്തുനിന്ന് പൂനൂരമ്മ പറയുന്ന നാട്ടിക്ക് ആരോ കുളിക്കാൻ പോയിക്കുന്നു. അങ്ങനെയാണ് സംഭവം. അപ്പോൾ വല്ലാത്തൊരു വിഷമം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഓരോരോ മരണം, അതും നോർമലി എന്തെങ്കിലും പ്രായമായി ഒക്കെ മരിക്കുന്നതാണെങ്കിൽ എന്തോ ആവട്ടെ, അല്ലാതെ ആക്സിഡൻറ്റ് ഇതേപോലെയൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഇതെന്ന് വെച്ചാൽ വല്ലാത്തൊരു മരണമാണ്. എവിടെയാ എന്താണെന്നറിയാതെ ഇത്ര ആൾക്കാരാ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഒരു പൂനൂർക്കാരി എന്ന നിലയിൽ വല്ലാത്തൊരു വിഷമം. ഞാനും ഇങ്ങനെ ചിന്തിക്കുക, ആ പോയ അതിന് മാത്രമൊക്കെ ഇപ്പോൾ എത്ര വലിയ പ്രശ്നമുള്ളതാണോ? ഞാനും ഇങ്ങനെ ചിന്തിച്ച് പല പ്രാവശ്യം ഓരോ മരണം കേൾക്കുമ്പോഴും ഞാൻ പലപ്പോഴുമായിട്ട് ചിന്തിച്ചൊരു സംഭവമാണ്, ആ പുഴ ഇതിന് മാത്രമൊക്കെ വലിയ ഭീകരനാണോ എന്ന്. കണ്ടാൽ ചെറിയൊരു പുഴ, വലിയ പ്രശ്നമൊന്നുമില്ല. വേനൽക്കാലാകുമ്പോൾക്ക് വറ്റിത്തീരും, മഴക്കാലാകുമ്പം വെള്ളം വരും, അങ്ങനത്തെ എല്ലാ നോർമലി ഒരു കുഞ്ഞി പുഴ പോലത്തെ ഒരു പുഴ. പക്ഷേ അതിൽ ഒളിഞ്ഞു കിടക്കുന്നത് എന്താണെന്നറിയില്ല. എത്രയോ ആൾക്കാരുടെ ജീവൻ കൊണ്ടുപോയി. ഇനി ആരുടെയും ജീവൻ എടുക്കാതിരിക്കട്ടെ. അതിന് അധികാരികൾ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അവിടെ ചെയ്തു വെക്കും എന്നുള്ള വിശ്വാസം അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി ആ പുഴയിലേക്ക് അങ്ങനെ ആരും ഇറങ്ങാതിരിക്കാൻ എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും ഒന്ന് ചെയ്യിപ്പിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ചെയ്താൽ മതിയായിരുന്നു. ഏതായാലും ഭരണം മാറിയതല്ലേ, കാത്തിരിക്കാം.